അസ്സലാമലൈക്കും. ഉമ്മ സലാം പറയും എല്ലാവരോടും. കുറേ ആൾക്കാർ നിങ്ങളെ കാണുന്നുണ്ട്. അസ്സലാമലൈക്കും. ഇതാണ് എൻ്റെ ഉമ്മ, തിരുവനന്തപുരത്തുള്ള എൻ്റെ ഉമ്മ. ഈ ഉമ്മാക്ക് 11 മക്കളുണ്ടായിരുന്നു. അതിൽ 10 പേര് മറ്റേ എല്ലാ മക്കളിലും ഒരാൾ മാത്രം മരിച്ചുപോയി, ബാക്കിയുള്ളവരെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ മൂത്ത താത്ത മാത്രമാണ് ഇപ്പോൾ ഒരു 2-3 കൊല്ലം മുമ്പ് മരിച്ചുപോയി. 60 വയസ്സാവും അല്ലേ? 60 വയസ്സാവില്ലേ മരിക്കുമ്പോൾ? 60 വയസ്സാവും. ബാക്കി 9 മക്കളും ഇപ്പം ഹയാത്തിലുണ്ട്. എല്ലാവർക്കും മക്കളും പേരക്കുട്ടികളും എല്ലാം ഉണ്ട്. അപ്പോൾ 86 വയസ്സായി ഉമ്മാക്ക്. ഇതുവരെ BP-ക്കോ ഷുഗറിനോ അല്ലെങ്കിൽ വേറെയുള്ളതിനോ ഒരു ഗുളിക അമ്മ കുടിക്കണില്ല. മുസായിഫൊക്കെ നോക്കി ഓതണത് കണ്ണാടി വെക്കാതെ. ഞാൻ കണ്ടോ 19 വയസ്സിൽ കണ്ണാടി വെച്ചു. പക്ഷേ ഉമ്മ എപ്പോഴും കണ്ണാടി നോക്കാതെ ലൈറ്റ് ഇടാതെ ഇരുന്നിട്ട് ഹാളിലൊക്കെ ഇരുന്നിട്ട് യാസീൻ ഓതുക, മറ്റേ ഖുർആനൊക്കെ ഓതുമ്പോൾ ഞാൻ ചോദിക്കും, എന്തിനാ അത്ര കഷ്ടപ്പെടുന്ന? ലൈറ്റ് ഇട്ടൂടെ? ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതന്നെ പാടാകുള്ളൂ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഒരാൾ നമ്മളെ വീട്ടിൽ വേണം. ഇങ്ങനെ ഒരാൾ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ശരിയും തെറ്റും ഒക്കെ തിരുത്തി തരാൻ ഇങ്ങനെ ഒരാൾ ആവശ്യമാണ്. അപ്പോൾ കുറേ ദിവസമായി ഉമ്മാനെ ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ട് ഉമ്മ വന്നിരുന്നില്ല. ഇപ്പോൾ ലാസ്റ്റ് ഉമ്മ ഇങ്ങോട്ട് പറഞ്ഞു, എനിക്ക് അവിടെ വന്ന് 1 മാസം നിൽക്കണം. അപ്പോൾ അങ്ങനെ ഉമ്മ ചെറിയ മകളടുത്താണ് താമസിക്കുന്നത്. അവിടെ പിന്നെ ചെറിയ മകൾക്ക് 2 മക്കളുണ്ട്, പെൺകുട്ടികളാണ്. അതിനെ കെട്ടിച്ചു കൊടുത്തു. പിന്നെ ഒരു മകനുണ്ട്, ഗൾഫിലാണ്. അങ്ങനെ സുഖമായിട്ട് ജീവിച്ചു പോകണം. മക്കളുടെ അടുത്തേക്കും പേരക്കുട്ടികളുടെ അടുത്തേക്കും എല്ലാവരുടെ അടുത്തേക്കും ഉമ്മ പോകും. അപ്പോൾ മലപ്പുറം കുറേ ദൂരല്ലേ, ഭീമാപ്പള്ളിയിൽ നിന്നൊക്കെ ഇവിടെ വരുന്ന നിൽക്കാന്ന് പറഞ്ഞാൽ ഉമ്മാക്കൊന്നും ഉമ്മാൻ്റെ കൂട്ടവും കുടുംബവും ബന്ധവും സ്വന്തവും എല്ലാം അവിടെയാണ്. അപ്പോൾ അവിടുന്ന് ഇവിടെ വന്ന് നിൽക്കാറിന് ആദ്യമൊക്കെ ഉമ്മാക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം എല്ലാവരും വന്ന് നിൽക്കാൻ തുടങ്ങിയപ്പോൾ ഉമ്മാക്ക് അതൊരു ഇതായി, എനിക്ക് അവിടെ വരണം നിൽക്കണം എന്നൊക്കെ ആയി. അപ്പോൾ ഉമ്മാനോട് ഞങ്ങൾ എല്ലാവരും വരുമ്പോൾ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നു. 3 മക്കളുണ്ടായിരുന്നു, പേരക്കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ ഒരു 10-11 മക്കൾ പേരക്കുട്ടികളും മക്കളായിട്ട് വന്നു. അതിൽ ഉമ്മ മാത്രം ഇവിടെ നിന്ന്, ബാക്കി എല്ലാവരും പോയി. ഉമ്മാക്ക് ഇപ്പോഴുള്ള സങ്കടം എന്താണെന്നറിയോ? 4 മാസമായിട്ട് ഉമ്മാക്ക് 1600 റുപ്യ പെൻഷൻ വാങ്ങിയിരുന്നതിൽ 1100 കിട്ടണുള്ളൂ. അപ്പോൾ ആരെങ്കിലും ബന്ധപ്പെട്ടവർ കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സഹായിക്കുക എൻ്റെ ഉമ്മാനെ. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ സെക്രട്ടേറിയറ്റിൽ എവിടെ പോകണമെന്ന് പറഞ്ഞത്? കോർപ്പറേഷൻ ഓഫീസിൽ പോകണമെന്ന് അത്ര പറഞ്ഞു. അപ്പോൾ അവിടെ തിരുവനന്തപുരത്ത് ഇപ്പോൾ റോഡ് പണി നടക്കണ കാരണം ഒക്കെ ചുറ്റി വളച്ച് കെട്ടി വെച്ചിരിക്കണം. ഉമ്മാക്ക് ബസ് കയറി പോകാൻ പറ്റൂല. അപ്പോൾ ഓട്ടോറിക്ഷ വിളിച്ച് പോകണമെങ്കിൽ ഒരുപാട് പാടാണ്. അതിൻ്റെ ഒപ്പം ഒരാൾ പോകണം, അതൊക്കെ. അപ്പോൾ അതുകൊണ്ട് മറ്റോല് കിട്ടുന്നത് മതിയാറിന് നിർത്തിക്കാണ് പേരക്കുട്ടികളൊക്കെ. അപ്പോൾ ഉമ്മാക്കത് സങ്കടമാണ്, കാരണം കിട്ടിയിട്ടില്ല. 86 വയസ്സായില്ലേ. നമ്മളൊക്കെ 86 വയസ്സാകുന്നവരല്ല ഹയാത്തിലുണ്ടാവുമോ എന്ന് തന്നെ സംശയമാണ്. ഒരു കണ്ണാടിയില്ല, പല്ല് വയ്ക്കണം, വേറൊരു കുഴപ്പമില്ല. ഇങ്ങോട്ട് നടക്കാനും ഇരിക്കാനും തിന്നാനും ഓതാനും നിസ്കരിക്കാനും ഒന്നിനും ഒരു പ്രശ്നമില്ല. അപ്പോൾ ഞാൻ പറയണത് എന്താ വെച്ചാൽ, ഇങ്ങനെ ഒരാൾ നമ്മളെ കുടുംബത്തിലുണ്ടെങ്കിൽ നമുക്ക് ശരിയും തെറ്റുമൊക്കെ തിരുത്താനുള്ള ഒരു അവസരങ്ങളുണ്ടാവും. കൂടുതലും ഇങ്ങനത്തെ ആൾക്കാർ നമ്മളെ കുടുംബത്തിലില്ലാത്തതാണ് ഇപ്പോഴത്തെ കുറേ പ്രശ്നങ്ങൾക്ക് കാരണം. സമയം നോക്കിയതായിട്ട് 8 മിനിറ്റായി. അപ്പോൾ ഞാൻ പാർട്ട് 2 വെക്കാം. അപ്പോൾ 8 മിനിറ്റ് അല്ല 8 മിനിറ്റ് അല്ല കേട്ടോ, 3 മിനിറ്റാണ്. ഞാനത് 8 മിനിറ്റാണ്. ഇത് കണ്ണാട വെച്ചിട്ട് തന്നെ കണ്ണാടില്ല. ഉമ്മാക്കാണെങ്കിൽ കറക്റ്റായിട്ട് അറിഞ്ഞു. ഏതായാലും ഉമ്മാനെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചാണ്. ഉമ്മാൻ്റെ മക്കളും എല്ലാവരും ഭീമാപ്പള്ളി ഭാഗത്താണ് താമസിക്കുന്നത്. അപ്പോൾ പൂന്തറ മഹലാണ് ഞങ്ങൾ. അവിടെയാണ് 10 മക്കളുണ്ട്. അതിൽ ഒരാൾ മരിച്ചു, 2 മരിച്ചു. ഇപ്പോൾ ബാക്കി 9 മക്കളുണ്ട്. 86 വയസ്സുള്ള ഉമ്മയാണ്. ഉമ്മാക്ക് ഗുളികയും മരുന്നൊന്നുമില്ല. നമ്മളെ ഇതിലാണെങ്കിൽ 10-30-40 വയസ്സ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സ്ഥിരമായിട്ടുള്ള മരുന്നും ഇതൊക്കെ കുടിക്കാൻ തുടങ്ങും, പ്രഷറിനും ഷുഗറിനും അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷേ ഇപ്പോഴത്തെ ആഹാരത്തിൻ്റെ ആയിരിക്കും, ഉമ്മാൻ്റെയൊക്കെ പഴയ ആഹാരം കൊണ്ടായിരിക്കും ഉമ്മാക്ക് അങ്ങനെ ആരോഗ്യത്തോടെ നിൽക്കാൻ സാധിക്കണത്. അൽഹംദുലില്ലാ, ആരോഗ്യത്തോടെ ഇനിയും കുറേ കാലം എൻ്റെ അമ്മ ജീവിച്ചിരിക്കട്ടെ. എൻ്റെ അമ്മ മരിച്ചുപോയി. ഇത് എനിക്ക് 2ാമതില്ല അമ്മയാണ്. ഉമ്മാന്ന് വിളിക്കാം, അധികാരത്തോടെ വിളിക്കാൻ പറ്റുന്ന ഒരു ഉമ്മ. മറ്റുള്ളവരെയൊക്കെ വിളിക്കുമ്പോൾ ഒരു പരിധി ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇതിന് പരിധിയില്ല. എപ്പം ഉമ്മാന്ന് വിളിച്ചാലും എന്ന് പറയും. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക? അപ്പോൾ എൻ്റെ ഉമ്മാനായിട്ട് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരണം എന്ന് എനിക്കൊരു പൂതി ഉണ്ടായിരുന്നു. അത് സാധിച്ചു. ഇനി
അടുത്ത വീഡിയോ എന്തൊക്കെ ചെയ്യാന്ന് എനിക്കറിയില്ല. പിന്നെ ഉമ്മാനെ പറ്റി പറയുകയാണെങ്കിൽ ഈ 10 മക്കളായപ്പോൾ തന്നെ ഉമ്മാൻ്റെ ഭർത്താവ് മരിച്ചിരുന്നു. ഈ മക്കളെ ബാപ്പ മരിച്ചുപോയി. പിന്നെ ഉമ്മയാണ് ഈ 10 എണ്ണത്തിന് നോക്കി വളർത്തിക്കണത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ 1 or 2 മക്കളുണ്ടെങ്കിൽ നമുക്ക് നോക്കാനും ഇതിനും ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന കാലത്ത് 10 മക്കളെ ഒരു ഭർത്താവില്ലാതെ സംരക്ഷിച്ച് വരിക എന്ന് പറഞ്ഞാൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്. അത് ഉമ്മാക്ക് കൂടുതൽ കൂട്ടോ കുടുംബമൊന്നുമില്ല. ഉമ്മാൻ്റെ ഉമ്മയും വളരെ ഉമ്മാൻ്റെ ഉമ്മ ചെറുപ്പത്തിൽ മരിച്ചു പോയാ? അല്ല, നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട് ഉമ്മ മരിക്കുമ്പോൾ? അതെ. നിങ്ങളെയൊക്കെ കല്യാണം കഴിച്ചു കൊടുത്ത 10 മക്കളും അതിന് ശേഷം തന്നെയാണോ മടമ്മ മരിച്ചത്? 11 മക്കളും പറ്റിയതിന് ശേഷം മരിച്ചത്. ആ, പിന്നെ ഒരു സഹോദരനാണ് ഉണ്ടായത്, ഞാൻ പറഞ്ഞിരുന്നു, ഒരു പോലീസ് ഓഫീസറാണ്. അത് മരിച്ചുപോയി. ഇപ്പോൾ അത് മരിച്ചിട്ട് ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞോ മാമ മരിച്ചിട്ട്? 8 മാസമായിട്ടുള്ളൂ. അപ്പോൾ ഈ 2 മക്കളുള്ളൂ, സഹായിക്കാനൊന്നും കൂടുതൽ ആരുമില്ല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ 10 മക്കളെ ഒരു ഭർത്താവില്ലാതെ എത്ര കഷ്ടപ്പെട്ട് പുലർത്തിയിട്ടുണ്ടാവും. ഇവിടെ വന്ന് ഓരോന്നും ആഹാരങ്ങൾ കൊടുക്കുമ്പോൾ ഉമ്മ പറയുന്നുണ്ട്, കാരണം ഇന്നൊക്കെ എങ്ങനെ, അന്നത്തെ കാലത്ത് എങ്ങനെയായിരുന്നു എന്നറിയോ? വെറും മരച്ചീനി വേവിച്ചിട്ട് ഒന്നുമില്ലാതെ കഴിച്ച കാലങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ അന്നത്തെ കാലം, അന്നൊക്കെ അങ്ങനെ കഴിച്ചോണ്ട. പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട് എൻ്റെ ഉമ്മ കേട്ടോ, ഇറച്ചി തിന്നില്ല, ഒരിറച്ചിയും തിന്നൂല. മീന്, പച്ചക്കറികൾ, ഇത് മാത്രം. മുട്ട തിന്നും, ഇറച്ചി തിന്നൂല. ചിക്കനോ ബീഫോ മട്ടനും കഴിക്കൂലല്ലോ, മട്ടനൊന്നും കഴിക്കൂല. അപ്പോൾ അതിൻ്റെയൊക്കെ ആരോഗ്യമായിരിക്കും. അപ്പോൾ നമുക്കൊക്കെ ചിക്കനും മട്ടനും ബീഫൊന്നും ഇല്ലാതെ നമുക്കൊന്നും ഇറങ്ങൂലല്ലോ. അത് ഉമ്മ വെറും മീൻ മാത്രമാണ്, മീൻ പൊരിച്ചത്, മീൻ കറി, അങ്ങനെയുള്ള ആഹാരങ്ങളാണ് കഴിക്കുക. അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്ന് കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി വന്നിക്കുകയാണ്. അപ്പം എൻ്റെ ഉമ്മാനെ ഒന്ന് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. ഇതാണ്, എല്ലാവരും എൻ്റെ ഉമ്മാനെ ഒന്ന് കാണട്ടെ. അപ്പം എൻ്റെ ഉമ്മ കണ്ടില്ലേ, സുന്ദരിക്കോതാ ഇരിക്കണ. ആ, എല്ലാവരും അപ്പം എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഈ സുന്ദരനെ കണ്ടില്ലേ നിങ്ങൾ എല്ലാവരും? ഇതാണ് എൻ്റെ സുന്ദരി, കൊച്ചു കള്ളി ഇരിക്കുന്ന കണ്ടില്ലേ? എല്ലാം കേൾക്കും, എല്ലാവരും കേൾക്കും. നമ്മൾ പറയണ എല്ലാവരും കേൾക്കും. ഉമ്മ എന്തെങ്കിലും 2 വാക്ക് പറയുമ്പോൾ എല്ലാവരോടും പറയും. എന്തൊരു പറയാന്, തിരുവനന്തപുരം ഭാഷയാണ് കേട്ടോ. എന്തൊരു പറയാനെന്നാ ചോദിക്കണേ. എന്താ പറയാ, എല്ലാവരും അപകടങ്ങളിലൊന്നും പോകാതെ നല്ല രൂപത്തിൽ ജീവിക്കാൻ പറയുമ്പോ ഉമ്മക്ക് ഉമ്മ പറയണത് നിങ്ങൾ കേൾക്കണ്ടോന്നറിയില്ല. എല്ലാവർക്കും ദീർഘായുസ് കിട്ടണം, ശരീരസുഖങ്ങൾ കിട്ടണം, പ്രശ്നങ്ങളില്ലാതെ ജീവിച്ചു പോകണം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെളിവാരിത്തേക്കലൊക്കെ നിർത്തണം. അതാണ് ഞാനും പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരാൾ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ, നമ്മളെ നിയന്ത്രിക്കാൻ ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ്. നല്ലതും കെട്ടതും വേണ്ടതും വേണ്ടാത്തത് ഏതാന്നൊക്കെ പറഞ്ഞു തരാൻ നല്ലതാണ്. അപ്പോൾ അസ്സലാമലൈക്കും. ഈ വീഡിയോ നിർത്തുകയാണ് ഞാൻ. ഫസ്റ്റിൽ സലാം പറഞ്ഞു തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും, എനിക്കും എൻ്റെ കുടുംബത്തിനും വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈമാനും ആഫിയത്തും ദീർഘായുസ്സും ഉണ്ടാകട്ടെ. ഒരു പ്രശ്നങ്ങളിലും നമ്മളെ കൊണ്ടുപോയി പെടുത്താതിരിക്കട്ടെ അള്ളാഹു. മരിക്കുമ്പോൾ എല്ലാവരും ഈമാനോടുകൂടി നമ്മളെ മരിപ്പിക്കട്ടെ. എൻ്റെ ഉമ്മ ആമീൻ പറഞ്ഞു കേട്ടോ, ആമീൻ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരിക്കും അസ്സലാമു അലൈക്കും.